ഈ ഘടകകക്ഷികളുടെ കാര്യത്തിൽ ലീഗിനുള്ളിൽ വലിയ അതൃപ്തിയുണ്ട് കേട്ടോ. ഈ മുഖ്യമന്ത്രി ചർച്ച എങ്ങും എത്താതെ നീളുന്നതിൽ ലീഗ് അവരുടെ അതൃപ്തി പരസ്യമാക്കുന്നുണ്ട്. ജനവികാരമൊക്കെ മാനിക്കാതെ വരികയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയാകുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. VD സതീശന് വേണ്ടി ലീഗ് പ്രവർത്തകരും പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുക്കുമെന്ന് അറിയുന്നു. പ്രസാദ് ഉറുമ്പശ്ശേരി വിവരങ്ങളുമായി നമുക്കിപ്പോൾ ചേർന്നുണ്ട് തത്സമയം. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇതിൽ ലീഗിന്റെ നിലപാട് ഏറെ നിർണായകമാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പിൽ ലീഗ് വഹിച്ച പങ്ക് അത്രയും വലുത്. ലീഗ് തുടക്കം മുതൽ അവരുടെ നിലപാട് വ്യക്തമാക്കി. ആ നിലപാട് അവർ ഹൈക്കമാൻഡിനെയും അറിയിച്ചു. ആ നിലപാട് VD സതീശനൊപ്പമാണ്. VD സതീശനൊപ്പം തന്നെയാണ് പാർട്ടി പ്രവർത്തകരിൽ ഭൂരിഭാഗവും നിൽക്കുന്നതെന്നുള്ള കാര്യവും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. ലീഗ് പ്രവർത്തകർ കൂടി VD സതീശന് വേണ്ടി രംഗത്തിറങ്ങുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകില്ലേ? തീർച്ചയായും സേതു, മുസ്ലിം ലീഗ് തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് ജനവികാരത്തിനോടൊപ്പം നിൽക്കുക, VD സതീശന് പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നിരീക്ഷകർ തിരുവനന്തപുരത്ത് ഘടകകക്ഷികളുടെ അഭിപ്രായം തേടിയപ്പോൾ മുസ്ലിം ലീഗ് വ്യക്തമാക്കിയതും അത് തന്നെയാണ്. പൊതുജന വികാരം VD സതീശന് അനുകൂലമാണ്, അത് അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു നിലപാടും അവർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നിട്ടും ഇതിനകത്ത് തീരുമാനമാകാതെ പോകുന്നതിൽ ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. വലിയൊരു മികച്ച ഒരു വിജയമുണ്ടാകുന്നു, വലിയ ഭൂരിപക്ഷത്തിന് CPM-ന്റെ കോട്ടകളിൽ പോലും വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിനനുസരിച്ച് ഉയരാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ലീഗ് നേതാക്കളെ നിരാശപ്പെടുത്തുകയും അതൃപ്തിക്ക് കാരണമാകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് പലയിടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അവിടങ്ങളിലൊന്നും കോൺഗ്രസിന്റെ പ്രവർത്തകർ മാത്രമല്ല അതിനകത്ത് പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ വടകരയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ VD സതീശന് വേണ്ടി അനുകൂലമായി നടന്നിട്ടുള്ള പ്രകടനത്തിൽ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നാദാപുരത്തും അതുപോലെ അവിടുത്തെ ലീഗിന്റെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് പലയിടങ്ങളിലും ഇത്തരത്തിൽ ചിലയിടങ്ങളിൽ നേതാക്കളെ കാണുന്നില്ലെങ്കിൽ പോലും അതിന്റെ പ്രവർത്തകരെയോ അനുഭാവികളെയോ ഒക്കെ നമുക്ക് ഇവരുടെ പ്രകടനങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിന്റെ മാത്രം ഒരു VD സതീശന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ മാത്രം, അല്ലെങ്കിൽ VD സതീശൻ അനുകൂലികൾ മാത്രമല്ല, UDF-ന്റെ മറ്റ് ഘടകകക്ഷികളിൽപ്പെട്ട ആളുകൾ കൂടി ആ പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കാളിയാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, സൈബർ ഇടങ്ങളിൽ കൂടി പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്താ ചിത്രം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അതിനകത്ത് ആ ചിത്രത്തിൽ കണ്ട ആളുകളെല്ലാം KC വേണുഗോപാലിനെയാണ് പിന്തുണ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെയും വലിയ പ്രതിഷേധമുണ്ട്. നിങ്ങൾ ഈ VD സതീശന്റെ പ്രവർത്തനങ്ങളിൽ കണ്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അത് തിരിച്ചടി ഉണ്ടാകുമെന്നെല്ലാം സൂചിപ്പിച്ചുകൊണ്ടുള്ള മറുപടികളാണ് കാണുന്നത്. എന്തായാലും ലീഗ് കടുത്ത അതൃപ്തിയിലാണ്. ആ അതൃപ്തി അവരുടെ പ്രവർത്തകരിലേക്ക് കൂടി മാറുന്നു എന്നുള്ളതാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങളിൽ അവരുടെ പങ്കാളിത്തം തെളിയിക്കുന്നത്. ഓക്കെ, ശരി പ്രസാദ്, പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കാം.